ഒരു റീസണബിളി മോഡറേറ്റ് ലീഡർഷിപ്പിൽ നിന്നും എക്സ്ട്രീംലി ഹോക്കിഷ് നേതൃത്വത്തിലേക്കുള്ള ഇറാൻ്റെ പ്രയാണമാണ് യഥാർത്ഥത്തിൽ മുജ്തബയിലൂടെ കണ്ടത്. അതിശക്തമായ ആൻറ്റി അമേരിക്കൻ, ആൻറ്റി ഇസ്രയേൽ വികാരങ്ങളുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു മുറിവേറ്റ സിംഹം കൂടിയാണ്. എന്തുകൊണ്ടാണ്? തൻ്റെ പിതാവ് വധിക്കപ്പെട്ടു, തൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരുപാട് പേര് വധിക്കപ്പെട്ടു. ലോകത്ത് ഏറ്റവും അധികം റിസ്ക് അനുഭവിക്കുന്ന ഹ്യൂമൻ ബീയിങ് എന്ന് ആയത്തുള്ള മുജ്തബ അലി ഖൊമേനിയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പുറത്തു വരാതിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അമേരിക്ക എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് സുരക്ഷിതത്വമാണ് തങ്ങളുടെ പ്രഥമ പൗരനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില റിസ്ക് അനലിസ്റ്റുകൾ, ബ്രഹ്മറിനെ പോലെയുള്ള റിസ്ക് അനലിസ്റ്റുകൾ പറയുന്നത് ഇറാൻ അവസരം പാർത്തിരിക്കുകയാവും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ കാര്യമാണ് ഈ എപ്പിസോഡിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ മുജ്തബ ഖമനിക്ക് യുദ്ധത്തിൽ മാരകമായ പരിക്കേറ്റുവെന്ന വാദം ശരിവെച്ച് വീണ്ടും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. താങ്കളും വായിച്ചു കാണും. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 നടന്ന വ്യോമാക്രമണത്തിൽ മുജ്തബയുടെ മുഖം തകർന്നുവെന്നും കാലുകൾക്കൊക്കെ സാരമായ പരിക്കുപറ്റിയെന്നുമാണ് മുജ്തബയുടെ അടുത്ത വൃത്തങ്ങൾ രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ശരിക്കും മുജ്തബയ്ക്ക് എന്താണ് സംഭവിച്ചത്? താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിഗൂഢതയുടെ ഒരു പുകമറയിലാണ് മുജ്തബ ഖൊമേനിയുടെ ശാരീരിക സാന്നിധ്യം ഇപ്പോൾ. അദ്ദേഹം എവിടെയെന്ന് ആരും കൃത്യമായ സ്ഥിരീകരണം നൽകുന്നില്ല. രാജ്യത്തിനുള്ളിലാണോ, അതോ റഷ്യയിലേക്ക് പോയിട്ടുണ്ടാകുമോ, അതോ ഇറാൻ്റെ ഏറ്റവും സുരക്ഷിതമായ ചില ഇടങ്ങളിലാണോ അറിയില്ല. ഒരൊറ്റ വാർത്താ സമ്മേളനം പോലും, ഒരൊറ്റ പബ്ലിക് അപ്പിയറൻസ് പോലും ഉണ്ടായിട്ടില്ല. അതിൽ നിന്നുകൊണ്ടാണ് ഒരുപാട് തിയറീസ് ഉണ്ടാകുന്നത്. 2026 ഫെബ്രുവരി മാസം 28 യുദ്ധം തുടങ്ങിയ ആദ്യ നിമിഷങ്ങളിൽ ആയത്തുള്ള അലി ഖമനി വധിക്കപ്പെട്ട അതേ ആക്രമണത്തിൽ മുജ്തബ ഖൊമേനിക്കും ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റു. മുഖത്തിൻ്റെ ഒരു ഭാഗം വലിയ രീതിയിൽ പരിക്കുപറ്റി. അതുപോലെ അംഗഭംഗം ഒരു പക്ഷേ സംഭവിച്ചിരിക്കാം, കാലുകൾക്ക് ഗുരുതരമായ പരിക്ക് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ റിപ്പോർട്ടുകൾക്ക് യാതൊരു സ്ഥിരീകരണവുമില്ല. അതുകൊണ്ട് അദ്ദേഹമാണ് ഒരു പരിധിവരെ ഈ IRGCയെ നിയന്ത്രിക്കുന്നത് എന്നത് നിസ്സംശയം പറയാം. കാരണം ഒരു റീസണബിളി മോഡറേറ്റ് ലീഡർഷിപ്പിൽ നിന്നും എക്സ്ട്രീംലി ഹോക്കിഷ് നേതൃത്വത്തിലേക്കുള്ള ഇറാൻ്റെ പ്രയാണമാണ് യഥാർത്ഥത്തിൽ മുജ്തബയിലൂടെ കണ്ടത്. അതുകൊണ്ട് കാത് കുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ. അലി ഖൊമേനി, അതായത് മുജ്തബയുടെ പിതാവ് ആയത്തുള്ള അലി ഖൊമേനി, ചില സമയത്ത് തീവ്ര നിലപാടുകൾ ഉണ്ട് എന്ന് തോന്നാമെങ്കിലും ഒരു ഫ്ലാഷ് പോയിന്റിൽ പലതും എത്തിച്ച് നിർത്താതെ ഇത്രയും കാലം ഇറാനെ കൊണ്ടുപോയത്, ഈ ആധുനിക ഇറാൻ്റെ ഒരുപാട് വികസനത്തിൻ്റെയും പിന്നിൽ ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഒരു പരിധി വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത്. വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതെയും ഒക്കെ തന്നെ അലി ഖൊമേനി മുന്നോട്ട് പോയി. പക്ഷേ ഇറാൻ്റെ ക്ലറിക്കൽ സംവിധാനങ്ങൾ, മതമേലധ്യക്ഷന്മാർ, മതഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു സാമൂഹിക സംവിധാനമാണ്. രാഷ്ട്രീയ പ്രക്രിയയെ നിയന്ത്രിച്ചിരുന്നത് ഈ സാമൂഹിക ഘടകങ്ങളാണ്, ഈ മതപരമായ ഘടനകളാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ്. ഇപ്പോൾ ഇറാൻ്റെ വിപ്ലവം നടന്ന 1979, ആ വിപ്ലവത്തിൽ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ തുടരണം. അത് സൈനിക ആശയങ്ങൾ മാത്രമല്ല, സാമ്പത്തിക ആശയങ്ങളുണ്ട്, രാഷ്ട്രീയമായ ചിന്തകളുണ്ട്, സമൂഹത്തിൽ വരേണ്ട പരിവർത്തനത്തിനെക്കുറിച്ചുണ്ട്, സമൂഹ ഘടന എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ്. അതായത് ഇറാൻ്റെ വിപ്ലവത്തെ ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക. അല്ലാതെ ഒരു സൈനിക യൂണിറ്റ് എന്ന നിലയിൽ മാത്രമാണ് പലപ്പോഴും IRGCയെ നമ്മൾ അവലോകനം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. IRGCയുടെ കണ്ണുകൾ, കരങ്ങൾ, ചിലർ പറയും ടെൻഡക്കിൾസ്, എല്ലായിടത്തേക്കും ബാധിച്ചിരിക്കുന്നു. ഇദ്ദേഹം അയത്തുള്ള അലി ഖൊമേനി IRGC കൊണ്ടുവന്ന ആളൊന്നുമല്ല, IRGCയുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ, ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖൊമേനി, ഒരു ക്ലറിക്കൽ ലീഡർഷിപ്പ് എന്നതിനേക്കാൾ, അതുമാണ് ഒരു പുരോഹിതനാണ് അദ്ദേഹം, വളരെ വൈകി പുരോഹിത വൃത്തിയിലേക്ക് വന്നയാളാണ്. അതിനേക്കാൾ കൂടുതൽ അതിശക്തമായ ആൻറ്റി അമേരിക്കൻ, ആൻറ്റി ഇസ്രയേൽ വികാരങ്ങളുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു മുറിവേറ്റ
സിംഹം കൂടിയാണ്. എന്തുകൊണ്ടാണ്? തൻ്റെ പിതാവ് വധിക്കപ്പെട്ടു, തൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരുപാട് പേര് വധിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഒരു സന്ധിയുമില്ല, തൻ്റെ പിതാവിൻ്റെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യണം. അപ്പോൾ പ്രതികാര ബുദ്ധിയോടെയാണോ ഇറാൻ മുന്നോട്ട് പോകുന്നത്? അതുമാത്രമല്ല, IRGCയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഏതാണ്ട് IRGCയുടെ സ്കീമും മുജ്തബ ഖൊമേനിയുടെ സ്കീമും പൂർണ്ണമായി കൺവേർജ് ചെയ്യുന്ന അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പം അവിടെ വരേണ്ടതില്ല. പിന്നെ ഒരു പ്രത്യേകത, 31 കമാൻഡുകളായി ഇറാൻ വ്യാപിച്ചു കിടക്കുകയാണ്. ഈ 31 കമാൻഡുകളിലേക്കും ഈ സന്ദേശം എത്തുക, പരമോന്നത നേതാവിൻ്റെ സന്ദേശം എത്തുക എന്നത് ലേശം ശ്രമകരമായൊരു കാര്യമാണ്. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, അത് ഡീകോഡ് ചെയ്യപ്പെട്ടേക്കാം, ശത്രുപക്ഷത്ത് എത്തിച്ചേർന്നേക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ IRGCയും ഖൊമേനിയും, അത് ആയത്തുള്ള മുജ്തബ ഖൊമേനിയും ഇൻ ടാൻഡം പ്രവർത്തിക്കുമ്പോൾ അതൊരു ഫോർമിഡബിൾ ഒരു ശക്തി തന്നെയാണ്. അതുമാത്രമല്ല, ഇറാൻ്റെ ജനതയെ യുദ്ധസമയത്തെ പൂർണ്ണമായി കൂടെ നിർത്താൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞു. ഈ സംവിധാനത്തെ വെള്ളപൂശിക്കൊണ്ട് പറയുന്നതല്ലത്. ഈ സംവിധാനത്തിൽ പാളിച്ചകളുണ്ട്. ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇറാനിൽ നടന്നു. അവകാശ പോരാട്ടങ്ങൾ ഇറാനിൽ ഒരുപാട് സംഭവിച്ചു. പല സമയങ്ങളെ മാസ അമനി വിഷയത്തിലുൾപ്പെടെ ചില ഹാർഡ് ലൈനേഴ്സിൻ്റെ നിലപാടുകൾ പൊതുസമൂഹത്തിന് സ്വീകരിക്കാവുന്നതായിരുന്നില്ല. ജൈവികമായി ഉണ്ടായ ഈ പ്രതിഷേധങ്ങളാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ പ്രതിഷേധങ്ങളെല്ലാം നിങ്ങൾ അയത്തുള്ളയ്ക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും തിരിച്ചു വയ്ക്കണം. അത് പൂർണ്ണമായി സാധിച്ചില്ല. പ്രതിഷേധങ്ങളുണ്ടായി, പക്ഷേ പ്രതിഷേധങ്ങൾ കാലക്രമേണ ഫിസിൽ ഔട്ട് ചെയ്തു. 2025 ഡിസംബർ അവസാനം ഉണ്ടായ പ്രതിഷേധം, അത് ജനുവരി ആദ്യം അത് പകുതിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അത് ഫിസിൽ ഔട്ട് ചെയ്തു. അപ്പോൾ അമേരിക്ക ഉദ്ദേശിച്ചത് നടന്നില്ല. ഖൊമേനിക്കെതിരെ, അല്ലെ ഖൊമേനിമാർക്കെതിരെ, മുജ്തബ ഖൊമേനിക്കും അയത്തുള്ള അലി ഖൊമേനിക്കും എതിരെ ജനങ്ങൾ വൻപിച്ച ചെറുത്തുനിൽപ്പ്, ഉയർത്തെഴുന്നേൽപ്പ് കാട്ടും. ഒന്നും സംഭവിച്ചില്ല. IRGC പൂർണ്ണമായി തകരും. നേതൃത്വം പലരും വധിക്കപ്പെട്ടു, സൈനിക തലപ്പത്തിരുന്ന പലരും വധിക്കപ്പെട്ടു, ആണവശാസ്ത്രജ്ഞന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു പല കാലങ്ങളിലായി. പക്ഷേ ഇറാൻ്റെ പോരാട്ട വീര്യം അതുപോലെ തന്നെ നിൽക്കുന്നു. അതിനർത്ഥം ഒരു പരമോന്നത നേതാവിൻ്റെ കീഴിൽ, മുജ്തബയുടെ കീഴിൽ, അദ്ദേഹം ഇപ്പോൾ ഒരുപക്ഷെ ഭാഗികമായി ഇൻകപ്പാസിറ്റേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ആരോഗ്യവാനായിട്ടിരുന്നെങ്കിൽ പോലും പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാവുന്ന ഒരു അന്തരീക്ഷത്തിലല്ല. കാരണം ഏത് നിമിഷവും വധിക്കപ്പെടാവുന്ന, ലോകത്ത് ഏറ്റവും അധികം റിസ്ക് അനുഭവിക്കുന്ന ഹ്യൂമൻ ബീയിങ് എന്ന് ആയത്തുള്ള മുജ്തബ അലി ഖൊമേനിയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പുറത്തു വരാതിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഒരു നിഗൂഢത അല്ലെങ്കിൽ ആശയക്കുഴപ്പം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഒരു യുദ്ധത്തിൽ ഒരു തന്ത്രമെന്ന നിലയിൽ വെയറബൌട്ട്സ് ശത്രുവിനെ വെളിപ്പെടുത്താതിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഈ പുറപ്പുറത്ത് കയറി ഞാനിതാ റെഡിയാണ് നിങ്ങളെ നേരിടാൻ എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ വന്ന് ആ നിമിഷം തന്നെ അദ്ദേഹം വധിക്കപ്പെടും. അതുകൊണ്ടാണ് ഒരുപക്ഷെ മുജ്തബ കാലഘട്ടം ഒരുപക്ഷെ ഇറാൻ്റെ ഒരു പുതിയ ഒരു കാലഘട്ടമായി, ഒരുപക്ഷെ കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള ഇറാനായി, ഒട്ടും വഴങ്ങാത്ത ഇറാനായി ഒരുപക്ഷെ ഭാവിയിൽ ചരിത്രം രേഖപ്പെടുത്തിയാൽ അത്ഭുതപ്പെടാനില്ല. ഈ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റിസ്ക് അനലിസ്റ്റുകൾ ഒരുപാട് പേർ നിരവധി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇതിൽ ഒരു പ്രമുഖനായ റിസ്ക് അനലിസ്റ്റ് ഇയാൻ ബ്രമ്മർ പറഞ്ഞ ഒരു അഭിപ്രായം ഈ അടുത്തിടെ വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത് ഈ മുജ്തബയെ നയിക്കുന്നത് പിതാവിനെ ഉൾപ്പെടെ വധിച്ചതിൻ്റെ പകയാണ് എന്നും കഴിയുമെങ്കിൽ ട്രംപിനെ വധിക്കാൻ മുജ്തബയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ശ്രമിക്കുമെന്നുമാണ് ബ്രമ്മർ പറഞ്ഞു വയ്ക്കുന്നത്. കാര്യങ്ങൾ അനുകൂലമായി വന്നാൽ ഏത് നിമിഷവും ട്രംപിനെ വധിക്കാൻ മുജ്തബ ശ്രമിക്കുമെന്നും ബ്രമ്മർ പറയുന്നുണ്ട്. ബ്രമ്മറുടെ വാദങ്ങൾ മുഖവിലക്കെടുക്കാൻ പറ്റുന്നതാണോ, അതോ വെറും ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണോ? ഇയാൻ ബ്രമ്മർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്, അഭിപ്രായമാണ്. അങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ഒരു നിയമവും ബാധകമല്ല, പ്രേമത്തിലും യുദ്ധത്തിലും ഒരു നിയമവും ബാധകമല്ല എന്നാണല്ലോ പ്രമാണം. ഒരു യുദ്ധത്തിലായിരിക്കുമ്പോൾ, ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധത്തിലായിരിക്കുമ്പോൾ ഏത് വിധേനയും ഈ യുദ്ധവിജയം നേടുക എന്നത് മാത്രമല്ല, മാനസിക ആധിപത്യം, ശത്രുവിൻ്റെ സേനാ തലവനെയോ ശത്രു രാജ്യത്തിൻ്റെ രാജാവിനെയോ കൊല്ലുക എന്നതായിരുന്നല്ലോ യുദ്ധവിജയത്തിൻ്റെ മുൻകാലങ്ങളിലെ ഒരു രീതിശാസ്ത്രം. ആധുനിക ലോകത്തും അതുതന്നെയാണ്. അമേരിക്ക ആദ്യ നിമിഷം ചെയ്തതും ആയത്തുള്ള അലി ഖൊമേനി എന്ന പരമോന്നത നേതാവിനെ വധിച്ചുകൊണ്ടാണ് യുദ്ധം 28-ാം തീയതി തുടങ്ങി വെച്ചത്. അങ്ങനെയെങ്കിൽ മുജ്തബ ഖൊമേനിയെ വധിക്കാൻ ശ്രമം നടക്കും. സ്വാഭാവികമായി ഇറാൻ്റെ സൈന്യത്തിന് അമേരിക്കയിൽ കടന്നു ചെന്ന് മിസൈലുകൾ അയച്ചുകൊണ്ടോ അല്ലാതെയോ കടന്നു ചെന്നുകൊണ്ട് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനാവില്ല. പക്ഷേ ഓർക്കൂ, ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവിയുടെ വളരെ അടുത്തുകൂടി, ചെവി തൊട്ടില്ല എന്ന മട്ടിൽ ചെവിക്ക് ചെറിയ പരിപ്പ് കേൾക്കത്തക്ക രീതിയിൽ ഒരു വെടിയുണ്ട കടന്നുപോയി തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത്. ഇനിയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം.
അതിന് രഹസ്യമായി ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഇറാൻ വംശജർ അമേരിക്കയിലുണ്ട്. അവരിൽ പലരും ഹോസ്റ്റൈലാണ്, ഇറാനെ എതിർക്കുന്നവരാണ്, അമേരിക്ക അഭയം കൊടുത്തിട്ടുള്ളവരാണ്. പക്ഷേ രഹസ്യമായി ഇറാൻ അനുകൂലികളായ ചില ഇറാനിയൻ വംശജരോ ഈവൻ അമേരിക്കക്കാരോ വെള്ളക്കാരോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് വധശ്രമങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റിനെതിരെയൊക്കെ വധശ്രമം നടക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ കൂടി പരാജയപ്പെട്ട, ഇസ്ലാമാബാദ് ചർച്ചകൾ കൂടി പരാജയപ്പെട്ട അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ ചില ഗറില്ല ഓപ്പറേഷനിലേക്കും, ചില കമാൻഡോ ഓപ്പറേഷൻ പറ്റില്ല, കാരണം ഔപചാരികമായി ഇറാനിയൻ കമാൻഡോകൾക്ക് അമേരിക്കയിൽ പറന്നിറങ്ങി ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ഈ വളരെ ചാവേർ അറ്റംപ്റ്റുകൾ, സൂയിസൈഡ് ബോംബിനെതിരെ ഇപ്പോഴും കാര്യമായ പ്രതിരോധം ലോകത്തൊരിടത്തുമില്ല. പക്ഷേ അത് അമേരിക്ക എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് സുരക്ഷിതത്വമാണ് തങ്ങളുടെ പ്രഥമ പൗരനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില റിസ്ക് അനലിസ്റ്റുകൾ, ബ്രഹ്മറിനെ പോലെയുള്ള റിസ്ക് അനലിസ്റ്റുകൾ പറയുന്നത് ഇറാൻ അവസരം പാർത്തിരിക്കുകയാവും. അമേരിക്കൻ പ്രസിഡന്റിനെയും ഇസ്രായേലി പ്രധാനമന്ത്രിയെയും വ്യക്തിപരമായി വകവരുത്താനുള്ള ഒരു ചിന്ത ഒരു പക്ഷേ ഇറാൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കിയെടുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് വിരലെണ്ണാവുന്നവരല്ല, വലിയ നമ്പർ ഇറാനിയൻ നേതാക്കൾ, എല്ലാ രംഗത്തുമുള്ള നേതാക്കൾ അമേരിക്കൻ ആൻഡ് ഇസ്രായേലി അറ്റാക്കിൽ സമയാസമയങ്ങളിൽ വധിക്കപ്പെട്ടു. പക്ഷേ കാര്യമായ നേതൃത്വത്തെ, അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ നേതൃത്വത്തെ വകവരുത്താൻ ഇറാന് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തങ്ങളുടെ കിറ്റിയിൽ ചില കാര്യങ്ങൾ ഉണ്ടാവണം, തങ്ങൾക്കും ക്ലെയിം ചെയ്യാൻ ചില പൊളിറ്റിക്കൽ അസാസിനേഷൻസ് ആവശ്യമുണ്ട് എന്നൊരു ബോധത്തിൽ നിന്നുകൊണ്ടാവാം ഇറാൻ മാറി ചിന്തിക്കുന്നു എന്ന നിഗമനത്തിൽ ബ്രഹ്മറിനെ പോലെയുള്ള ആളുകൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു പ്രൊജക്ഷൻസ് മാത്രമാണ്, ഇത് ഊഹാപോഹങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇറാൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നതല്ല ഇറാൻ്റെ ശ്രദ്ധ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഡിഫെൻസീവാണ് ഇറാൻ്റെ കേപ്പബിലിറ്റീസ്. രണ്ട്, ചില തന്ത്രപ്രധാനമായ ഹോർമുസ് മുതലായ തന്ത്രപ്രധാനമായ മേഖലകളുടെ മേൽ സ്ട്രാറ്റജിക് കൺട്രോൾ, അതിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ശത്രു വിഭാഗത്തെ കൊണ്ടുവരാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനിടയിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള ഫാൻറ്റസി തിയറീസ്, നിറം പിടിപ്പിച്ച കഥകൾ, ഇതൊക്കെ ഡിസ്റ്റോർഷൻ ടാറ്റിക്സാണ്. ഒരുപക്ഷെ ഇറാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. ഇറാൻ എന്നതല്ല, ഒരുപക്ഷെ ഒരു തിങ്ക് ടാങ്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം, ചില ആളുകളെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകാം. ഇതൊക്കെ അസാധ്യമായ കാര്യമൊന്നുമല്ല. എത്ര സുരക്ഷാ കവചത്തിനുള്ളിലാണെങ്കിലും വധശ്രമങ്ങൾ പലപ്പോഴും വിജയിക്കാറുണ്ട്. അത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ശ്രമം ഉണ്ടായാൽ ഒരുപക്ഷെ അമേരിക്ക കൂടുതൽ പ്രകോപിതരാകാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതീവ വിനാശകാരികളായ ആയുധങ്ങൾ ഈ യുദ്ധത്തിൽ പ്രയോഗിക്കാതിരിക്കട്ടെ. അമേരിക്ക ആണവരാജ്യമാണ്, ഇസ്രായേൽ ആണവരാജ്യമാണ്. ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ പിന്നെ അതിന് ഡിഫൻസ് ഇല്ല, ഇറാനും ഡിഫൻസ് ഇല്ല. പക്ഷേ അത് ഇറാനിൽ മാത്രമേ ഒതുങ്ങി നിൽക്കില്ല. ആര് പ്രയോഗിക്കുന്നോ അവർക്കെതിരെ മറ്റു ചില ഇടങ്ങളിൽ നിന്നും ആണവ പ്രയോഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആ ആണവ പ്രയോഗത്തിലേക്കൊക്കെ മനസ്സുകൾ നീങ്ങാതിരിക്കട്ടെ, അത്രയ്ക്ക് വാശിയും വൈരാഗ്യവും വ്യക്തിതലങ്ങളിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനാവൂ.